നമസ്കാരം. ഇന്ത്യ ചരിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റൗലറ്റ് നിയമം വരെ ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് റൗലറ്റ് നിയമം കഴിഞ്ഞാൽ നമുക്കറിയാം അടുത്ത വരുന്ന സംഭവം എന്താണ്? ജാലിയൻ വാലാബാഗാണ്. അപ്പോൾ ഈ റൗലറ്റ് നിയമമാണ് ജാലിയൻ വാലാബാഗിലേക്ക് നയിച്ചത്. അതിനെക്കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലാസ് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം, കയറി കാണുക. ഓക്കെ, ജാലിയൻ വാലാബാഗ് 1919 ഏപ്രിൽ 13 ബൈശാഖി ദിനത്തിൽ വലിയൊരു ജനക്കൂട്ടം അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ തടിച്ചുകൂടുന്നു. അപ്പോൾ ഈ ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? അമൃത്സർ എവിടെയാണ്? പഞ്ചാബ്. അപ്പോൾ ജാലിയൻ വാലാബാഗ് എവിടെയാണ്? പഞ്ചാബിലാണ്. ഓക്കെ, ഈ റൗലറ്റ് നിയമത്തിൽ പങ്കെടുത്തതിനെതിരെ പ്രതിഷേധിച്ചത് കൊണ്ട് നമ്മുടെ സൈഫുദ്ദീൻ കിച്ലു അല്ലെങ്കിൽ സത്യപാൽ, ഈ രണ്ട് നേതാക്കന്മാരെ പ്രധാനമായിട്ടും ആ സമയത്ത് അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് സ്ത്രീകൾ, കുട്ടികൾ, അതുപോലെ മുതിർന്നവർ, നേതാക്കൾ, അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ചുറ്റും മതിലുകളാൽ നിർമ്മിതമായ ഒരു മൈതാനത്തിലേക്ക് അവർ പ്രവേശിച്ച് അവിടെ ഒരു യോഗം ചേരുന്നു. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു 144 പ്രകാരം പൊതുപരിപാടികളെല്ലാം അവർ ബാൻ ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ബാൻ ചെയ്തത് അതിനെ നിരാകരിച്ചുകൊണ്ട്, അതിനെ കണക്കാക്കാതെ രഹസ്യമായി ഒരു യോഗം ചേരാനാണ് ഇവർ ശ്രമിച്ചത്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? യോഗം വളരെ സമാധാനപരമായിരുന്നു. പ്രതിഷേധ യോഗം നടന്നുകൊണ്ടിരിക്കെ അമൃത്സറിലെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഡയർ തൻ്റെ സൈന്യവുമായി വന്ന് നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ നിറയൊഴിക്കുന്നു. ഇതാണ് ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ വളരെ സൈലൻ്റായിട്ട്, ഒരു പ്രകോപനപരവും ഇല്ലാതെ ഒരു മൈതാനത്ത്, അതും മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരൊറ്റ വാതിൽ മാത്രമുള്ള ഒരു മൈതാനത്തിൽ ഇവർ യോഗം ചേരുന്നു. ആ യോഗത്തിൽ എന്ത് ചെയ്യുന്നു? ആ സമയത്ത് അമൃത്സറിലെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഡയർ തൻ്റെ സൈന്യവുമായി വരുന്നു, ഇവർക്കെതിരെ നിറയൊഴിക്കുന്നു. അങ്ങനെ ഇവരെയെല്ലാം വധിക്കുന്നു. ഈ കൂട്ടക്കൊലയിൽ 400-ലേറെ പേർ കൊല്ലപ്പെടുന്നു, 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു ഔദ്യോഗിക കണക്ക് പ്രകാരം 379 പേർ കൊല്ലപ്പെടുകയും, ഇത് നമ്മുടെ ഹയർ സെക്കൻഡറി SCRT പുസ്തകത്തിലെ പോയിൻ്റാണ്. അപ്പോൾ 379 പേർ കൊല്ലപ്പെടുകയും 1500-ൽ പരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നതാണ് ഔദ്യോഗിക കണക്ക്. ഓക്കെ, 379. അത് പഠിക്കേണ്ട, അങ്ങനെയൊന്നും ചോദിക്കത്തില്ല. ഇൻ കേസ് എങ്ങാനും PSCക്ക് വേറെ ആരെങ്കിലും ആണ്, ഒരു സൈക്കോ എങ്ങാനും ഇരുന്ന് ചോദ്യപേപ്പർ തയ്യാറാക്കുന്നെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരത്തുള്ളൂ. ഓക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ചുള്ള അന്വേഷണ കമ്മീഷൻ്റെ തലവൻ. അപ്പോൾ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷൻ്റെ തലവൻ ആരാണ്? ഹണ്ടർ പ്രഭുവാണ്. അതാണ് ഹണ്ടർ കമ്മീഷൻ. 1919 ഒക്ടോബറിലാണ് ഈ കമ്മീഷനെ നിയമിക്കുന്നത്. എന്നാണ് 1919 ഒക്ടോബറിലാണ് ഇതിനെ നിയമിക്കുന്നത്. ഈ കമ്മീഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ആ സമയത്തെല്ലാം ബ്രിട്ടീഷുകാർക്ക് അനുകൂലം തന്നെയല്ലേ എല്ലാം. ബ്രിട്ടീഷുകാർക്ക് അനുകൂലമാണ്. നമ്മൾ ഈ പഠിച്ചതിൽ വെച്ചൊരു ചെറിയ കമ്മീഷൻ ഉണ്ടായിരുന്നു. ഏതാ? ചമ്പാരൻ സത്യാഗ്രഹം നടന്ന സമയത്തെ ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് അവർക്ക് പോസിറ്റീവായിട്ട് കൊടുത്തൊരു കമ്മീഷൻ മാത്രമേ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ കുറച്ച് വൃത്തിയുള്ള കമ്മീഷനുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ ഒരു സമരത്തിന് അനുകൂലമായി റിപ്പോർട്ട് വിധിച്ച കമ്മീഷൻ അത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോഴത്തേനെല്ലാം ഈ അഴിമതി അടങ്ങിയ കമ്മീഷനാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ റിപ്പോർട്ട് അട്ടിമറിക്കുക, അല്ലെങ്കിൽ ഇത് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് വിധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഇതിനു വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് ഈ ഒരു നയം, ഈ കമ്മീഷൻ്റെ നയത്തിനെ വെള്ളപൂശൽ നയം എന്ന് അറിയപ്പെട്ടു. അപ്പോൾ PSC ചോദിക്കാം, വെള്ളപൂശൽ നയം എന്നറിയപ്പെട്ടത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ നിയോഗിച്ച കമ്മീഷനാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ജാലിയൻ വാലാബാഗ്. ഏത് കമ്മീഷനാണ്? ഹണ്ടർ കമ്മീഷൻ. എന്നാണ് നിയോഗിച്ചത്? 1919 ഒക്ടോബർ.
ഓക്കെ, ഇനി നിങ്ങൾക്കിത് ഏത് മാസമാണ് എന്ന് നിങ്ങൾക്ക് കിട്ടുന്നില്ല, ഇത് ഏത് മാസത്തിലാണെന്ന് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മുമ്പിൽ 1919 ഉണ്ടല്ലോ, 1919 9ഉം 1ഉം എത്രയാണ്? 9ഉം 1ഉം 10ആണ്. അപ്പോൾ ഈ 10ാം മാസം ഏതാ? ഒക്ടോബർ അല്ലേ? അങ്ങനെ നിങ്ങൾക്കിത് കണക്ട് ചെയ്ത് പഠിക്കാം. ഓക്കെ, 1919 ഒക്ടോബർ മാസത്തിലാണ് ഈ ഹണ്ടർ കമ്മീഷനെ നിയോഗിക്കുന്നത്. ഓക്കെ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിൻ്റെ ഇളക്കി, അതായത് അതിൻ്റെ അടിത്തറ ഇളക്കി എന്ന് ആരാണ് പറഞ്ഞത്, എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? ഗാന്ധിജിയാണ് പറഞ്ഞത്. ഓക്കെ, ഗാന്ധിജിയാണ് ഈ ഒരു പ്രസ്താവന ഇറക്കിയത്. നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ സംബന്ധിച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അതിനെ ഇളക്കി എന്ന് പറഞ്ഞത് നമ്മുടെ ഗാന്ധിജിയാണ്. ഓക്കെ, ഇത്രയും ഓക്കെ ആണല്ലോ. നെക്സ്റ്റ്, ഈ പറയുന്ന ഗ്രൗണ്ടിൽ, ഇപ്പോൾ ഇങ്ങനൊരു വൃത്തമായിട്ടുള്ള ഒരു ഗ്രൗണ്ടിൽ, ആ ഗ്രൗണ്ടിൽ നമ്മൾ പഠിച്ചു അതിന് ചുറ്റും മതിലാണെന്ന് പഠിച്ചു. അതിലൊരു കിണറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ജാലിയൻ വാലാബാഗിൽ കൂടുതൽ നമുക്ക് ഷോക്കിംഗ് ആവുന്ന കാര്യം, ഒട്ടുമിക്ക പേരും എന്താണ്, വെടികൊണ്ട് തന്നെയാണ് മരിച്ചത്. പക്ഷേ ഈ വെടിവെപ്പിനെ ഭയന്നുകൊണ്ട് ഒരുപാട് പേര് അവിടെ ഉണ്ടായിരുന്ന ഒരു കിണറിലേക്ക് എടുത്ത് ചാടി. അപ്പോൾ കിണറിലേക്ക് എടുത്ത് ചാടി രക്ഷപ്പെടാമെന്ന് വെച്ചു. അപ്പോൾ ഓരോരുത്തർ ചാടുമ്പോൾ എന്താണ്, പുറകെ വരുന്നവർ ഇത് കണ്ട് രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് എടുത്ത് ചാടും. കാരണം ആ മരണവെപ്രാളമാണ്. ആ വെപ്രാളത്തിൽ ചാടി അവിടെ സംഭവിക്കുന്നത് എന്താ, ഓരോരുത്തരായിട്ട് ഇങ്ങനെ ചാടി 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 കിണർ നിറയുന്നു. അപ്പോൾ അടിക്ക് കിടക്കുന്നവരെന്ത് ചെയ്യുന്നു, ശ്വാസം മുട്ടി മരിക്കുന്നു. അപ്പോൾ അങ്ങനെയും മരണം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു കിണറിനെയാണ് മാർട്ടേഴ്സ് വെൽ അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ കിണറെന്ന് അറിയപ്പെടുന്നത്. രക്തസാക്ഷികളുടെ കിണറെന്ന് അറിയപ്പെടുന്നത് ഇതിനെയാണ്. ഓക്കെ ആണേ. ഇനി അങ്ങനെ ഒരാൾ ചെയ്തെങ്കിൽ നമ്മൾ അവനെ വെറുതെ വിടൂ? ഇല്ല. അതുവരെ അതായത് ഇത് 1919 നടന്ന സംഭവമാണ്. പക്ഷേ വീണ്ടും 21 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഈ പറയുന്ന ജനറൽ ഡയറിനെ ഒന്ന് തൊടാനെങ്കിലും. കാര്യം ആ സമയത്ത് ഈ പറയുന്ന എല്ലാം ശാന്തസ്വരൂപന്മാരായതുകൊണ്ട് തന്നെ വേറെ പ്രതിഷേധങ്ങളോ കാര്യങ്ങളോ ഒന്നുമായിട്ട് വന്നില്ല. അപ്പോൾ ഇയാളെ കൊല്ലണമെന്ന് ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ്, അല്ലേ? നമുക്കായാൽ തന്നെ തോന്നത്തില്ലേ കൊല്ലണമെന്ന്. അന്ന് ഒരാൾ ഇതിനു വേണ്ടി 1940 ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിലേക്ക് ചെല്ലുന്നു. 1940 ആരാണ്? ഉദ്ധം സിംഗ്. ഈ ഉദ്ധം സിംഗിനെ ഷേർ സിംഗ് എന്നും കുട്ടിക്കാലത്ത് ആദ്യകാല നാമം ഷേർ സിംഗ് എന്നാണ്. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ഷേർ സിംഗ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ അത്ര ഡീപ്പായിട്ട് നിങ്ങൾ നോക്കണ്ട, എങ്കിലും പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഉദ്ധം സിംഗ് ലണ്ടനിലെ കാക്സ്റ്റൺ ഹാളിലേക്ക് ചെന്നിട്ട് ഈ പറയുന്ന നമ്മുടെ ജനറൽ ഡയറിനെ വധിക്കുന്നു. അപ്പോൾ ജനറൽ ഡയർ അവിടുത്തെ ഒരു ഹീറോ ആയിട്ട് മാറിയതാണ്. കാര്യം ഇത്രയും പേര് കൊന്നെങ്കിലും ഒരു പട്ടാള മേധാവിയുടെ രീതിയിൽ അവരുടെ ക്രൂവൽറ്റിയൊക്കെ നമുക്ക് അതിലൂടെ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരുത്തൻ അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഉദ്ധം സിംഗ് അയാളെ ചെന്ന് വെടിവെച്ചങ്ങ് കൊല്ലുന്നു. ഇതിന് പകരമായിട്ട് അതേ വർഷം ജൂലൈ 31 എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നു. നമ്മുടെ ഉദ്ധം സിംഗിനെ തൂക്കിക്കൊല്ലുന്നു. പിന്നെ സർദാർ ഉദ്ധം സിംഗ് എന്ന് പറയുന്നൊരു സിനിമ ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. PSCക്ക് വേണമെങ്കിൽ അത് ചോദിക്കാം, സർദാർ ഉദ്ധം സിംഗ്. കാരണം നമ്മുടെ ഇതിന് മുൻപ് മംഗൾ പാണ്ഡെ സിനിമയിൽ അഭിനയിച്ചത് ആരാണെന്നും ഗാന്ധി സിനിമയിൽ അഭിനയിച്ചത് ആരാണെന്നൊക്കെ PSC ചോദിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ഉദ്ധം സിംഗിനെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്നതാണ് ഉദ്ധം സിംഗിൻ്റെ ഫോട്ടോ. ഉദ്ധം സിംഗായിട്ട് അഭിനയിച്ചത് വിക്കി കൗശലാണ് ഉദ്ധം സിംഗായിട്ട് ഈ പടത്തിൽ അഭിനയിച്ചത്. ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി ആരെയാണ് റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നറിയപ്പെടുന്നത്? റാം
മുഹമ്മദ് സിംഗ് ആസാദ് എന്നറിയപ്പെട്ട വ്യക്തി ആരാണെന്ന് PSC ചോദിച്ചാൽ നിങ്ങൾ എഴുതുക ഉത്തം സിംഗ് ആണ്. ഉത്തം സിംഗിൻ്റെ മറ്റൊരു പേരാണ് ഇപ്പം ഷേർ സിംഗ് എന്നും ഉത്തം സിംഗ് എന്നും, അതുപോലെ തന്നെ ഉത്തം സിംഗിൻ്റെ മറ്റൊരു പേര് അറിയപ്പെട്ടിരുന്ന വേറൊരു പേരോടുണ്ട്, അതാണ് ഈ റാം മുഹമ്മദ് സിംഗ് ആസാദ് എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ PSC ഇങ്ങനെ ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചാൽ നിങ്ങളത് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ചോദിച്ച് കണ്ടിട്ടില്ല, ചോദിച്ചാൽ നമുക്കൊരു മാർക്ക് പോവാതെ നോക്കാം, ഇതും കൂടെ നോക്കിക്കഴിഞ്ഞാൽ. ഓക്കെ, ഇനി ഇതിനെതിരെ കുറേ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും രാജിവെച്ചത് സർ C ശങ്കരൻ നായരാണ്. നമ്മൾ റൗലറ്റ് നിയമം പഠിച്ചപ്പോൾ പറഞ്ഞു ഇതിനെ എതിർക്കാതിരുന്നൊരു ഇന്ത്യക്കാരനുണ്ട്, ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഇതിനെ പിന്തുണച്ചൊരു ഇന്ത്യക്കാരനായിരുന്നു ഈ പറയുന്ന C ശങ്കരൻ നായർ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹം ഈ ഒരു പ്രശ്നം നടന്നപ്പോൾ ഏതൊരു മനുഷ്യനായാലും, ഇപ്പോൾ ഈവൻ വിൻസ്റ്റൺ ചർച്ചിൽ വരെ പറയുന്നുണ്ട്, വിൻസ്റ്റൺ ചർച്ചിൽ അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട എല്ലാ ബ്രിട്ടീഷ് നേതാക്കളും, ഒരുവിധപ്പെട്ട അത്യാവശ്യം മനസ്സലിവുള്ള മനുഷ്യന്മാരെന്ന് തോന്നുന്ന കുറേ പേരൊക്കെ ഇതിനെതിരെ ഈ വളരെ രാക്ഷസീയമായ നടപടി എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് C ശങ്കരൻ നായർ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ അംഗമായിരുന്നു. ആ അംഗത്വം അദ്ദേഹം രാജിവെക്കുന്നു. നെക്സ്റ്റ്, കൈസർ-ഇ-ഹിന്ദ് ബഹുമതി എന്തിനാണ് തിരികെ നൽകിയത്? ആരാണ് തിരികെ നൽകിയത്? ഗാന്ധിജിയും സരോജിനി നായിഡുമാണ് ഇത് തിരികെ നൽകിയത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം വരാം, എന്തിനാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൈസർ-ഇ-ഹിന്ദ് പദവി ഗാന്ധിജിക്ക് നൽകിയത്? എന്തിനാണ് നിങ്ങൾക്കറിയാമോ? ഒരു 4 ഓപ്ഷൻ തരാം. അതായത് ഇന്ത്യയിൽ നടത്തിയ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് 2, ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾക്ക് 3, ഇപ്പോൾ ഇന്ത്യയിൽ ശാന്തമായി അല്ലെങ്കിൽ അഹിംസാപരമായി നടത്തിയ പ്രവർത്തനങ്ങൾക്ക്, അങ്ങനെ 3-4 ഓപ്ഷൻ കാണും. പക്ഷേ പുള്ളി വന്നത് എവിടുന്ന? ദക്ഷിണാഫ്രിക്കയിൽ നിന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് ഈ കൈസർ-ഇ-ഹിന്ദ് പദവി നൽകിയത്. അപ്പോൾ ഇതെല്ലാം ഇവർ തിരിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം സർ പദവി അല്ലെങ്കിൽ നൈറ്റ്ഹുഡ് പദവി ആരാണ് തിരികെ നൽകുക? ഒന്നുകിൽ സർ പദവി എന്നോ അല്ലെങ്കിൽ നൈറ്റ്ഹുഡ് പദവി എന്നോ ഇതിനെ പറയാറുണ്ട്. ആരാണ് കൊടുത്തതെന്ന്? സർ പദവി നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. അപ്പോൾ നൈറ്റ്ഹുഡ് പദവി എന്നുകൂടി ഓർത്തു വെച്ചേക്കാം. അപ്പോൾ നൈറ്റ്ഹുഡ് പദവി ആരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ് തിരികെ നൽകുന്നത്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബിൻ്റെ ഗവർണർ ആരായിരുന്നു? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുമ്പോൾ പഞ്ചാബിൻ്റെ ഗവർണർ മൈക്കിൾ ഒ ഡയർ ആണ്. ഈ മൈക്കിൾ ഒ ഡയർ ആണ് ഈ വെടിവെക്കാനായിട്ട് നിർദ്ദേശം നൽകുന്നത്, വെടിവെക്കാനുള്ള ഉത്തരവ് നൽകുന്നത് ഈ മൈക്കിൾ ഒ ഡയർ ആണ്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയത് ജനറൽ റെജിനാൾഡ് ഡയർ ആണ്. അപ്പോൾ രണ്ട് പേരാണ്. മൈക്കിൾ എന്ന് പറയുമ്പോൾ ആ മൈക്ക് വെച്ച് ഉത്തരവിടുകയാണ് എന്നോർത്താൽ മതി. മൈക്കിൾ എന്ന് പറയുമ്പോൾ മൈക്ക് വെച്ച് ഉത്തരവിടുകയാണ്, എന്നാ വെടിവെച്ചോ. ഇത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു ജനറൽ ഡയർ എന്ന് പറയുന്നത്. അപ്പോൾ ജനറൽ ഡയർ എന്ത് ചെയ്യുന്നു? ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി വെടിവെക്കുന്നു. ഇതാണ് സംഭവം. ആ സമയത്ത് വൈസ്രോയി ആരായിരുന്നു? ചെംസ്ഫോർഡ് വൈസ്രോയി ആയിരുന്നു. ചെംസ്ഫോർഡ് വൈസ്രോയി. മൊണ്ടേഗു ചെംസ്ഫോർഡ് പരിഷ്കരണം നമ്മൾ പഠിക്കും. അപ്പോൾ അത് ആ പഠിക്കുന്ന സമയത്ത്, അതായത് 19 സമയത്ത് നമ്മുടെ ചെംസ്ഫോർഡ് ആയിരുന്നു വൈസ്രോയി. മൊണ്ടേഗു ആരായിരുന്നു? സെക്രട്ടറി. ഇപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു മൊണ്ടേഗു. ഇനി ക്രോളിംഗ് ഓർഡർ PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ക്രോളിംഗ് ഓർഡർ എന്നറിയപ്പെടുന്നത് എന്താണ്? ക്രോളിംഗ് ഓർഡർ. ഈ ക്രോളിംഗ് ഓർഡർ എന്നറിയപ്പെടുന്നത് ജാലിയൻ വാലാബാഗുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഈ പറയുന്ന ഈ ഇദ്ദേഹത്തെ ഈ ജനങ്ങളെ കൊല്ലാൻ വേണ്ടി ഇയാൾ ഓർഡർ ചെയ്യുമല്ലോ. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. ക്രോളിംഗ് ഓർഡർ എന്നറിയപ്പെടുന്നത് എന്തുമായി, ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് PSC ചോദിച്ചാൽ ജാലിയൻ വാലാബാഗാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ രാക്ഷസീയമായ നടപടി എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ചത് ഡേവിഡ് ക്യാമറൂൺ. അപ്പോൾ ഈ 2 കാര്യങ്ങളോട് പഠിച്ചു വെച്ചേക്കുക. അപ്പോൾ വിൻസ്റ്റൺ ചർച്ചിലാണ് നമ്മുടെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ രാക്ഷസീയമായ നടപടി എന്ന് വിശേഷിപ്പിച്ചത്. അതേപോലെ തന്നെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ചത് ഡേവിഡ് ക്യാമറൂൺ. അതിൽ തന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം.
ഡീപ്പിലിക്കകത്ത് ഡി ഉണ്ട്, ഡേവിഡിനകത്ത് ഡി ഉണ്ട്. സോ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാം. എന്താണ്? ഡേവിഡാണ് ഡീപ്ലി ഷെയിംഫുൾ എന്ന് പറഞ്ഞത്. രാക്ഷസീയമായ നടപടി എന്ന് വിശേഷിപ്പിച്ചത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ഈ രാക്ഷസന്മാർക്ക് ചർച്ചെന്ന് കേട്ടാൽ പേടിയല്ലേ? നമ്മുടെ ക്രിസ്തു അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ അല്ലെങ്കിൽ ചർച്ച് അല്ലെങ്കിൽ കുരിശെന്നൊക്കെ കേട്ടാൽ പേടിയല്ലേ? അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇതിനെ കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മറക്കത്തില്ല. അപ്പോൾ ഇതാണ് ജാലിയൻ വാല ബാഗിൻ്റെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഖിലാഫത്ത് പ്രസ്ഥാനമാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം എന്തിലേക്കാണ് നയിക്കുന്നത്? നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചായിരുന്നു. ഈ ബ്രിട്ടീഷുകാരുടെ അതിക്രമങ്ങൾ, ഒന്നാമത്തെ കേസ് അതിക്രമങ്ങൾ, അതിനെതിരെ. പിന്നെ 2 റൗലറ്റ് നിയമം. ഇപ്പോൾ നമ്മൾ പഠിച്ചു തീർത്തിയതാ 3 ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല. 4ാമത്തെ പോയിന്റ് ഖിലാഫത്ത് പ്രസ്ഥാനം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് നയിക്കുന്നത്. ഓക്കെ, ലോക മുസ്ലിങ്ങൾ തങ്ങളുടെ ആത്മീയ നേതാവായി കണ്ടത് ആരെയാണ്? ലോക മുസ്ലിങ്ങൾ തങ്ങളുടെ ആത്മീയ നേതാവായി കണ്ടത് ഖലീഫയാണ്. ഖലീഫ, തുർക്കി സുൽത്താനായിരുന്ന ഖലീഫയാണ് ലോക മുസ്ലിങ്ങൾ തങ്ങളുടെ ആത്മീയ നേതാവായിട്ട് കണ്ടത്. ഖിലാഫത്ത് പ്രക്ഷോഭത്തിന് കാരണം എന്താണ്? ഖിലാഫത്ത് പ്രക്ഷോഭത്തിന് കാരണം 1ാം ലോക യുദ്ധാനന്തരം ബ്രിട്ടീഷ് ഗവൺമെൻറ് ഖലീഫ എന്ന് പറയുന്ന പദവി നിർത്തലാക്കുന്നു. അപ്പോൾ ആ ഒരു പദവി നിർത്തലാക്കി അങ്ങനെ ഒരു പദവി വേണ്ട എന്ന് തീരുമാനിക്കുന്നു. അതാണ് ഈ പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്ക് നയിച്ചത്. ഇന്ത്യൻ ദേശീയ ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചത് 1919 സെപ്റ്റംബർ മാസത്തിലാണ്. 1919 സെപ്റ്റംബർ മാസത്തിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആലി സഹോദരന്മാർ അല്ലെങ്കിൽ അലി സഹോദരന്മാരെന്ന് ഓർത്തു വയ്ക്കുക. ഏതൊക്കെ അലിയാണ്? മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. MS എന്നോർത്താൽ മതി. MS അലി, MS ധോണി എന്ന് ഓർക്കുന്ന പോലെ MS അലി, മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി 1919 നേതൃത്വം നൽകിയത് ആര്? അപ്പോൾ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ആരാണെന്ന് PSC ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടാത്തത് ആരെന്ന് PSCക്ക് ചോദിക്കാം. 1 മുഹമ്മദ് അലി, 2 ഷൗക്കത്ത് അലി. 2 അലിമാരുടെ കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചു, സ്ഥാപകന്മാരാണ്. അപ്പോൾ നേതൃത്വം നൽകി. ഇനി അജ്മൽ ഖാൻ. അജ്മൽ എന്ന് പറയുന്ന പേര് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പഠിച്ചു വയ്ക്കുക. നെക്സ്റ്റ് മൗലാന അബുൽ കലാം ആസാദ്. 5 ഹസ്രത്ത് മൊഹാനി. അപ്പോൾ ഈ 5 പേരാണ് പ്രധാനപ്പെട്ട നേതാക്കളെന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി 1919. ഇപ്പോൾ ഈ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആരായിരുന്നു? ഗാന്ധിജി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആരാണ്? ഗാന്ധിജിയാണ്. ഓൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് ആരാ? 2 അലി സഹോദരന്മാർ, മറ്റൊന്ന് അജ്മൽ. ഈ അലി സഹോദരന്മാരുടെ അനിയനാണ് അജ്മൽ എന്ന് പഠിക്കും. പിന്നെ മൗലാന അബുൽ കലാം ആസാദ്, ഹസ്രത്ത് മൊഹാനി. ഇത്രയൊക്കെയാണ്. അപ്പോൾ ഈ ആൾ ഇന്ത്യ ഖിലാഫത്ത് കമ്മിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ സമ്മേളനത്തിന് വേദിയായത് ന്യൂഡൽഹിയാണ്. ഈ ഡൽഹിയിൽ വെച്ച് നടന്ന ഖിലാഫത്ത് ദേശീയ സമ്മേളനത്തിൽ പങ്കെടുത്ത മറ്റ് പ്രധാന നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിക്കാം. നമ്മുടെ പ്രധാനമായും ഗാന്ധിജി. നെക്സ്റ്റ് നെഹ്റു പങ്കെടുത്തു എന്ന് ചോദിക്കും. ഏത് നെഹ്റു? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ഏത് നെഹ്റു? മോത്തിലാൽ നെഹ്റു എന്ന് പഠിച്ചു വെച്ചേക്കുക. അച്ഛനാണ് പങ്കെടുക്കുന്നത്, മകനല്ല. അപ്പോൾ അച്ഛനാണ് പങ്കെടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ കൂടെ മദൻ മോഹൻ മാളവ്യ. ഓക്കെ, അതിന് നിങ്ങൾ GMM എന്ന് ഓർത്ത് വെച്ചേക്കുക. GMM. ഓക്കെ, GMM എന്ന് ഓർത്ത് വെച്ചേക്കുക. ഡൽഹിയിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ GMM എന്ന് പഠിക്കുക. ഗാന്ധിജി. ഈ M എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നെഹ്റു ഏതാണെന്ന് തിരിഞ്ഞു പോയിരിക്കാൻ. അപ്പോൾ ഗാന്ധിജി, മോത്തിലാൽ നെഹ്റു, മദൻ മോഹൻ മാളവ്യ. ഓക്കെ, പിന്നെ മദൻ മോഹൻ മാളവ്യ പഠിക്കാമെന്നില്ല. MMM 3 M ആണ്. അപ്പം GMM എന്ന് പഠിച്ചാൽ തന്നെ അതിനകത്ത് എല്ലാം കിട്ടും. G for ഗാന്ധിജി, M for മോത്തിലാൽ നെഹ്റു,
എം ഫോർ മദൻ മോഹൻ മാളവ്യ. ഓക്കെയാണ്. ആ ഡേറ്റ് കൂടി പഠിച്ചു വെച്ചേക്കുക. 1919 സെപ്റ്റംബർ 21. സെപ്റ്റംബർ 21. ഓക്കെ. അപ്പോൾ ഈ 1919 തന്നെ നമുക്ക് ആ ഡേറ്റ് കാണും. ആ 9 എത്രാമത്തെ 9 ഏത് മാസമാണ്? അതായത് 9ാമത്തെ മാസം ഏതാ? സെപ്റ്റംബർ. അപ്പോൾ 9ാമത്തെ മാസം സെപ്റ്റംബർ ആണെന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. അതായത് 1919 അതിനകത്ത് 9ാമത്തെ മാസം അല്ലെങ്കിൽ ഈ 9ാമത്തെ മാസമാണ് സെപ്റ്റംബർ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് വേണമെങ്കിൽ പഠിക്കാം. സെപ്റ്റംബർ 21 ഈ സമ്മേളനം നടക്കുന്നത്. ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനം പിന്തുണച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തുക. അപ്പോൾ 1857 ഒന്നാമത്തെ വിപ്ലവം ഉണ്ടല്ലോ, നമ്മുടെ ശിപായി ലഹള എന്നറിയപ്പെടുന്ന വിപ്ലവം, എന്തുകൊണ്ടാണ് അത്രയും ഫേമസ് ആയത്? അതായത് അത്രയും ഫേമസ് ആയി, ബ്രിട്ടീഷുകാർ വളരെ മൈന്യൂട്ടായിട്ട് എന്തോ ഒരു ഭാഗ്യത്തിനാണ് ബ്രിട്ടീഷുകാർ ജയിച്ചത് തന്നെ. കാര്യം അവിടെ സ്ട്രോങ് ആയി നിന്നത് ഹിന്ദു മുസ്ലിം ഐക്യമാണ്. നമ്മൾ 1857 വിപ്ലവം പഠിക്കുമ്പോൾ നമ്മളതിനകത്ത് പഠിക്കും. 1857 വിപ്ലവത്തിനകത്ത് അത്രയും സ്ട്രോങ് ആയിട്ട് ആ സത്യഗ്രഹം അല്ലെങ്കിൽ ഒരു സമരം പോകാനും അത്രയും വൈഡ് സ്പ്രെഡായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ അറിയാനും ഇത്രയും പേര് കേൾക്കാനും കാര്യം അതൊരു ഹിന്ദു മുസ്ലിം ഐക്യം ആണ്. ഓക്കെ, അവിടെ ജാതിയില്ല, മതമില്ല, അല്ലെങ്കിൽ ലോ ക്ലാസ് മിഡ് ക്ലാസ് അങ്ങനെ ക്ലാസിൻ്റെ വേരിയേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ജനങ്ങൾ അങ്ങ് ഇറങ്ങുകയാണ്. ആരാ എന്തോന്നും നോക്കുന്നില്ല, ജനങ്ങൾ ഇറങ്ങുകയാണ്. അപ്പം അതേപോലൊരു ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഗാന്ധിജി ഖിലാഫത്തിനെ പിന്തുണച്ചത്. ഇന്ത്യയിലെ വിദൂര ഗ്രാമങ്ങളിൽ പോലും ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പൊതുവികാരമുണ്ടാക്കാൻ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. അതായത് നമ്മുടെ ഈ പറയുന്ന ഇതൊരു ഇപ്പോൾ ടൗണിലോ അല്ലെങ്കിൽ അത്യാവശ്യം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തോ മാത്രം ഒതുങ്ങിക്കൂടുന്നതല്ല. ഒരുപാട് ഉൾഗ്രാമങ്ങളുണ്ടല്ലോ. അതായത് ഒരു സൗകര്യം പോലും എത്തിച്ചേരാത്ത ഒരുപാട് ഉൾഗ്രാമങ്ങളുണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ആ ഉൾഗ്രാമങ്ങളിൽ വരെ ഇത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭം എത്തിച്ചേരാൻ, ബ്രിട്ടീഷുകാരുടെ തെണ്ടിത്തരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കാൻ എന്തിന് സാധിക്കുന്നു? ഈ പറയുന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് സാധിക്കുന്നു. അപ്പോൾ ഈ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ മറ്റു ചില നേതാക്കളെ കൂടെ പഠിച്ചു വെച്ചേക്കുക. നമ്മുടെ സൈഫുദ്ദീൻ കിച്ചിലു ഉണ്ട്, MA അൻസാരി. അപ്പോൾ രണ്ടുപേരോടുണ്ട്. അപ്പോൾ ഗാന്ധിജി ഉണ്ടായിരുന്നു, GMM ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ സൈഫുദ്ദീൻ കിച്ചിലുവും അൻസാരിയും കൂടെ ചേർത്ത് പഠിക്കുക. അഖിലേന്ത്യാ ഖിലാഫത്ത് ദിനമായി ആചരിക്കുവാൻ തീരുമാനിച്ചത് ഒക്ടോബർ 17, 1919. ഒക്ടോബർ 17 ഓക്കെ. കേരള ഖിലാഫത്ത് കമ്മിറ്റിയുടെ ആദ്യ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ. അത് നമ്മൾ കേരളം പഠിക്കുമ്പോൾ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. ഗാന്ധിജി എന്തിനാ ആദ്യമായിട്ട് കേരളത്തിൽ സന്ദർശിച്ചത്? 1920 ഓഗസ്റ്റ് 18. 1920 ഓഗസ്റ്റ് 18 ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിക്കുന്നത്. ഈ ഓഗസ്റ്റ് 18 പഠിക്കാൻ വലിയ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? അതായത് 1920 സ്വാതന്ത്ര്യദിന ആഘോഷം കഴിഞ്ഞ് ഗാന്ധിജി ഒരു 3 ദിവസം കഴിഞ്ഞിട്ട് കേരളത്തിലോട്ട് വരിക എന്നങ്ങ് പഠിച്ചാൽ മതി. ഇത് വേറെ കോഡ് വെച്ച് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? 1920 എന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടില്ലേ? ഓക്കെ, 9×2 എത്ര? 9×2 അതായത് 1920 എന്നാണല്ലോ നമ്മളുടെ വർഷം പഠിക്കുന്നത്. അപ്പോൾ ഈ 9×2 18 അല്ലേ? അങ്ങനെ കണക്ട് ചെയ്യുക. എന്നിട്ട് മാസം കൂടെ ഓർത്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഡേറ്റ് കിട്ടും. അത് പറ്റുന്നില്ല. 1920 ഈ ഖിലാഫത്ത്, അല്ലെങ്കിൽ 1919 ഖിലാഫത്ത് പ്രസ്ഥാനം നമ്മൾ പഠിച്ചു. അപ്പോൾ ഗാന്ധിജി അതിന് ശേഷമാണല്ലോ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ 1920 ആ വർഷം നിങ്ങളുടെ മനസ്സിലങ്ങ് അടിച്ചുറപ്പിച്ച് വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞിട്ടാണ് പുള്ളി വന്നത് എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ 15 + 3 18 ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കണക്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇത്രയും ഓക്കെയാണെന്ന് പ്രതീക്ഷിക്കുന്നു.
ഇനിയാണ് നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അത്യാവശ്യം ഡീപ്പായിട്ട് നമ്മളിതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നോട്ട്സ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നിസ്സഹകരണ പ്രസ്ഥാനം 1920. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ നികുതി നിഷേധ സമരം. ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യഗ്രഹ സമരം. ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സത്യഗ്രഹം. ഗാന്ധിജി ദേശീയ രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ ഗാന്ധിജി ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സമരത്തിലൂടെയാണ്? ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പം കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി റിവിഷൻ അടിക്കുക. ഓക്കെ, നിങ്ങൾക്ക് പരസ്പരം തിരിഞ്ഞു പോകുന്ന കാര്യങ്ങൾ അതൊക്കെ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യ ബഹുജന സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. INCയുടെ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്ന് പഠിക്കുക. അവിടെ കുറച്ചുകൂടെ ഡീപ്പിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് INCയുടെ ആദ്യ ദേശീയ സമരം അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് അല്ലെങ്കിൽ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഗാന്ധിജി എന്ന് കൂടി പഠിച്ചു വച്ചേക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിലൂടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തിലേക്ക് വരുന്നത്? ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ഓൾറെഡി പ്രവേശിച്ച് കഴിഞ്ഞു. അപ്പോൾ INC ഇങ്ങനെ ഒരു പാർട്ടിയായിട്ട് ഇങ്ങനെ നിലനിന്ന് പോകുന്നു. അത് മതിയോ? പോരാ. എന്താണ്? അവർക്ക് ജനങ്ങളിലേക്ക് എത്തണം. ജനങ്ങളിലേക്ക് കൂടുതൽ എത്തി ഈ പാർട്ടി എന്താണ്, പാർട്ടി നിങ്ങളുടെ കൂടെ നിൽക്കുമോ, ഇതിലെ ദേശീയ നേതാക്കൾ ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയണ്ടേ. അപ്പോൾ ഈ ഒരു സന്ദർഭമാണ് ഇതിനെ പറ്റിയത്. നിസ്സഹകരണ സമരത്തിൽ ആ ഒരു പ്രസ്ഥാനത്തിലൂടെയാണ് INC രാഷ്ട്രീയ അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നത്. നിസ്സഹകരണം എന്നത് ഗാന്ധിജിയുടെ സത്യഗ്രഹ സങ്കല്പത്തിൻ്റെ ഒരു ഘടകമായിരുന്നു. സത്യാഗ്രഹം എന്നില്ല കേട്ടോ, സത്യഗ്രഹം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിസ്സഹകരണം എന്ന് പറയുന്നത്, നോൺ കോഓപ്പറേഷൻ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ സത്യഗ്രഹ സങ്കല്പത്തിൻ്റെ ഒരു ഘടകമായിരുന്നു. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരെ ഗാന്ധിജി ആദ്യം മുതലേ ഒന്നും എതിർക്കുന്നില്ല. കാര്യം ബ്രിട്ടീഷുകാരെ പിന്നീട് വന്നിട്ടാണ് ബ്രിട്ടീഷുകാരെ കുറിച്ച് കൂടുതൽ ഡീപ്പ്ലി, ഇപ്പോൾ ഈ റൗലറ്റ് നിയമവും ജാലിയൻ വാലാബാഗ് വന്നപ്പോഴത്തേനാണ് പുള്ളിക്കാരൻ ഒരുപാട് ബ്രിട്ടീഷുകാരെ എതിർക്കുന്നത്. അപ്പോൾ ഗാന്ധിജി ആദ്യമേ ബ്രിട്ടീഷുകാരുമായിട്ട് സഹകരിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം വന്ന റൗലറ്റ് നിയമം, ജാലിയൻ വാലാബാഗ് നിയമം, ഖിലാഫത്ത് നിയമം എന്നിവ ഗാന്ധിജിയുടെ മനോഭാവം മാറ്റിമറിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഗാന്ധിജി ആദ്യമേ എന്തായിരുന്നു? ശാന്തസ്വരൂപനായിരുന്നു. ഇപ്പോൾ ഇവരെന്ത് പറഞ്ഞാലും ഗാന്ധിജി ചിരിച്ചുകൊണ്ട് കേൾക്കുക. അല്ലെങ്കിൽ ഗാന്ധിജിക്ക് ഒരുപാട് എതിർപ്പ് വരേണ്ട കാര്യങ്ങളൊന്നും ബ്രിട്ടീഷുകാർ ആ സമയങ്ങളിൽ ചെയ്യുന്നില്ല. ഗാന്ധിജി ഇന്ത്യയിൽ വന്നതിന് ശേഷം പിന്നീട് അദ്ദേഹം പതുക്കെ മനസ്സിലാക്കുന്നു ബ്രിട്ടീഷുകാർ ക്രൂവലാണ്, അവരുടെ പ്രവർത്തികളെല്ലാം ക്രൂവൽറ്റിയാണ് എന്ന് മനസ്സിലാക്കുന്നത് റൗലറ്റ് നിയമം തൊട്ടിങ്ങോട്ട് പുള്ളിക്കാരൻ ഒരുപാട് ഡീപ്പായിട്ട് ഇതിനെപ്പറ്റി മനസ്സിലാവുന്നത് കൊണ്ട് പുള്ളി ഒരു തീരുമാനം എടുക്കുന്നു. നിസ്സഹകരണം, ഒന്നിനെതിരെയും സഹകരിക്കാൻ പോകുന്നില്ല, നോൺ കോപ്പറേറ്റീവ്. അപ്പോൾ ആ ഒരു തീരുമാനം എടുക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് PSC ചോദിക്കാം. സ്വരാജ്, പൂർണ്ണ സ്വരാജ് അല്ല. നിങ്ങൾക്ക് ഉറപ്പായിട്ടും തെറ്റുന്നൊരു സംഭവമാണ്. ഒരിക്കലും PSC ഇവിടെ ഇൻ കേസ് ഓപ്ഷനകത്ത് അപ്പം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കുകയാണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യമാണ് പൂർണ്ണ സ്വരാജ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സ്വരാജുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ പഠിച്ചു, അപ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ ഉത്തരം എഴുതും. പക്ഷേ തെറ്റാണ്. പൂർണ്ണ സ്വരാജ് ഇപ്പോഴെങ്ങുമല്ല, അതിന് ഇനി സമയം കിടക്കുക. അപ്പോൾ സ്വരാജ് എന്ന് പറയുന്ന ആശയമാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യ എന്ന് പറയുന്നത് കബളിപ്പിക്കാൻ പറ്റിയ കുറേ ആൾക്കാരായിരുന്നു ആ സമയത്ത്. കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം, നിങ്ങൾക്ക് പുത്രികാ പദവി അല്ലെങ്കിൽ അതുപോലെ ഈ സ്വരാജ് തരാം, പൂർണ്ണ സ്വരാജ് തരാം എന്നൊക്കെ ഇവർ പറഞ്ഞിങ്ങനെ പറ്റിക്കും. മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ഇന്ത്യ കേട്ടങ്ങ് വിശ്വസിക്കും.
പക്ഷേ എന്ന് തരാം, എപ്പോൾ തരാം, ഏത് വർഷം തരാം എന്ന് അവർ പറയുന്നില്ല. നിങ്ങൾക്ക് തരാം. അപ്പോൾ അങ്ങനെ അതുപോലൊരു ആവശ്യം ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയാണ്. സ്വരാജ് നേടുക, സ്വരാജ് കൈവരിക്കുക, ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും സ്വരാജ് കൈവരിക്കുക എന്നതാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇത് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഈ സമരം ആരംഭിക്കുന്നതിന് മുൻപ് ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ. അതായത് ഭരണാധികാരി അധികാര ദുർവിനിയോഗം ചെയ്താൽ അവനെ അനുസരിക്കാതിരിക്കാൻ പുരാതന കാലം മുതൽക്കേ പ്രജകൾക്ക് അവകാശമുണ്ട്. ഇത് ആരെഴുതിയതാണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ആർക്ക് എഴുതിയതാണെന്ന് ചോദിക്കാം. ആരാണ്? ഗാന്ധിജി വൈസ്രോയിക്ക് എഴുതിയ കത്താണ്. ഓക്കെ, ഈ സമരത്തിൻ്റെ ഭാഗമായി, അതായത് നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായി ഇന്ത്യ എടുത്ത 2 പ്രധാനപ്പെട്ട നിലപാടുകളുണ്ട്. ഒന്ന് ബഹിഷ്കരണ പരിപാടിയും 2 ക്രിയാത്മക പരിപാടിയും. എല്ലാത്തിനെയും ബഹിഷ്കരിച്ചാൽ ഈ ബഹിഷ്കരിക്കുന്നതിലൂടെ സംഭവിക്കുന്ന കുറേ പോരായ്മകളുണ്ട്. അതിനെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിയാത്മക പരിപാടികൾ കൊണ്ടുവരുന്നത്. ആ പോരായ്മ എന്തൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബഹിഷ്കരണ പരിപാടികൾ ഏതൊക്കെയാണ്? ബഹിഷ്കരണ പരിപാടികൾ, ഒന്ന് കോടതി ബഹിഷ്കരണം. കോടതി ബഹിഷ്കരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കോടതിയിൽ ഈ ന്യായാധിപനായിട്ട് അല്ലെങ്കിൽ അഡ്വക്കേറ്റായിട്ടൊന്നും ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നിൽക്കാം. ഗാന്ധിജി ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല കേട്ടോ. അതായത് ഗാന്ധിജി ഒരാളെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിൽക്കാം, പക്ഷേ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്, കാരണം നമുക്ക് വേണ്ടി നമ്മൾ പോരാടുകയാണ് എന്നുള്ള രീതി, ആ ഒരു മെസ്സേജാണ് പുള്ളി കൊടുക്കുന്നത്. അപ്പോൾ കോടതികൾ ബഹിഷ്കരിക്കുക, നികുതി നിഷേധിക്കുക, ബ്രിട്ടീഷുകാരിങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാക്സുകൾ ഞങ്ങൾ തരില്ല എന്ന് തീരുമാനിക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക. അപ്പോഴും അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസം ബഹിഷ്കരിക്കാൻ പറയുന്നില്ല, ബ്രിട്ടീഷുകാരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കാനാണ് പറയുന്നത്. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക, അതായത് നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിക്കുക, സ്വദേശിയായിട്ടുള്ള ഖാദി പോലുള്ള വസ്ത്രങ്ങൾ മാത്രം യൂസ് ചെയ്യുക. തിരഞ്ഞെടുപ്പ്, ഈ പ്രവിശ്യ തിരഞ്ഞെടുപ്പുകളെല്ലാം ബഹിഷ്കരിക്കുക. ഒന്നിലും നമ്മൾ പങ്കെടുക്കുന്നില്ല, പങ്കെടുക്കാതിരുന്നിട്ടേ ഉള്ളൂ കാര്യം, അതിനകത്തൊന്നും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഔദ്യോഗിക പരിപാടികൾ ബഹിഷ്കരിക്കുക, ഒഫീഷ്യലായിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം ബഹിഷ്കരിച്ചുകൊള്ളുക എന്ന് പറയുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ് നൽകിയ ബഹുമതികൾ, അതേപോലെ കീർത്തിമുദ്രകൾ, സ്ഥാനമാനങ്ങൾ, ഇതെല്ലാം ബഹിഷ്കരിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഈ പറഞ്ഞ സർപദവിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ മറ്റ് റാങ്കുകളോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം ബഹിഷ്കരിക്കുക, അതൊന്നും നമുക്ക് ആവശ്യമില്ല എന്നാണ് ഗാന്ധിജി ഇതിലൂടെ പറയുന്നത്. ഓക്കെ, ഇതിനെ ഒന്നാമത്തെ പോയിൻ്റായിട്ട് നമ്മൾ പഠിച്ചത് എന്താ? കോടതി ബഹിഷ്കരണം. ആ ബഹിഷ്കരണവുമായിട്ട് സഹകരിച്ചുകൊണ്ട് വക്കീൽ പദവി കുറച്ച് പേര് രാജിവെക്കുന്നുണ്ട്. അവരുടെ വക്കീൽ പദവി ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന വക്കീൽ പദവി രാജിവെക്കുന്നവർ, 1 CR ദാസ്, 2 മോത്തിലാൽ നെഹ്റു, 3 C രാജഗോപാലാചാരി, വല്ലഭായ് പട്ടേൽ, അരബിന്ദോ ഘോഷ്, രാജേന്ദ്ര പ്രസാദ്. പ്രധാനമായിട്ടുള്ള 6 പേരാണ് CR ദാസ്, മോട്ടിലാൽ നെഹ്റു, C രാജഗോപാലാചാരി, വല്ലഭായ് പട്ടേൽ, അരബിന്ദോ ഘോഷ്, രാജേന്ദ്ര പ്രസാദ്. നിൽക്കുവാണെങ്കിൽ CMC വാറെന്ന് പഠിക്കാം, CMC വാറെന്ന് പഠിക്കാം. അപ്പോൾ ഒന്നും തിരിഞ്ഞു പോകരുത്, നിങ്ങൾ കോഡ് ഇടാതെ കാണാതെ പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. CR ദാസ്, മോത്തിലാൽ നെഹ്റു, C രാജഗോപാൽ. 2 സിയും തമ്മിൽ തിരിഞ്ഞു പോകാതിരുന്നാൽ മാത്രം, തിരിഞ്ഞു പോകത്ത് കുഴപ്പമില്ല, അതെങ്ങനെയായാലും പ്രശ്നം. CR ദാസ് ഉണ്ട്, C രാജഗോപാലാചാരി. നിങ്ങൾക്കറിയാം, ആ സമയത്ത് മദൻ മോഹൻ മാളവ്യ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മദൻ മോഹൻ മാളവ്യയുടെ ഒപ്പം തന്നെ വരുന്ന പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് മോത്തിലാൽ നെഹ്റു ആണ്. ആ മോത്തിലാൽ നെഹ്റുവിനെ തന്നെ മനസ്സിൽ ഓർമ്മിച്ചെടുക്കാൻ ശ്രമിക്കുക. എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യും. CMC വാറെന്ന് പഠിക്കുക. ആരൊക്കെയാണ് വക്കീൽ ഉദ്യോഗം ഉപേക്ഷിച്ചത്? വാർ എന്തൊക്കെയാണ്? V നമുക്ക് വല്ലഭായ് പട്ടേൽ ഉറപ്പായിട്ടും കിട്ടും. A എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടത്തില്ലെങ്കിലും അരബിന്ദോ ഘോഷ് മനസ്സിലാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക, അരബിന്ദോ ഘോഷ്. 6 എന്ന് പറയുന്നത് രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ ഇത്രയും പേരാണ് അവരുടെ വക്കീൽ ഉദ്യോഗം ഉപേക്ഷിച്ച് ഇതിലേക്ക് വരുന്നത്.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് 1920 ഒരു സ്പെഷ്യൽ എഡീഷൻ ഓഫ് INC സെഷനാണ്. ഒരു സ്പെഷ്യൽ എഡീഷനാണ് കേട്ടോ. ആ സ്പെഷ്യൽ എഡീഷൻ നടന്നത് കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിൽ നടന്ന സ്പെഷ്യൽ എഡീഷനിലാണ് ഈ പറയുന്ന സംഭവം ആദ്യമായിട്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്, പ്രമേയം പാസ്സാക്കുന്നത്. അതൊരു ഏത് സ്പെഷ്യൽ സമ്മേളനത്തിലാണെന്നാണ് PSC ചോദിക്കുന്നത്. അപ്പോൾ ഏതാണ്? കൊൽക്കത്ത സ്പെഷ്യൽ സമ്മേളനം. അപ്പോൾ അതൊക്കെയാണ്. പിന്നുള്ളത് നിങ്ങളെപ്പോഴും പഠിക്കേണ്ടത്, ഓരോ സംഭവങ്ങൾ കണക്ട് ചെയ്ത് അതിനകത്തൊരു INC മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ സമയത്തെ അധ്യക്ഷനെയും കൂടെ പഠിച്ചു വെക്കുക. അധ്യക്ഷൻ ആരായിരുന്നു? ലാലാ ലജ്പത് റായ് ആണ് കേട്ടോ. ലാലാ ലജ്പത് റായ് 1920 സ്പെഷ്യൽ എഡീഷൻ, സ്പെഷ്യൽ INC സമ്മേളനത്തിൽ നമ്മുടെ ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് പ്രമേയം പാസ്സാക്കുന്നു. ഈ പാസ്സാക്കിയത് സ്പെഷ്യൽ സമ്മേളനത്തിലാണ്. ആ സമയത്ത് അധ്യക്ഷൻ ആരാണ്? ലാലാ ലജ്പത് റായ് ആണ്. കൊൽക്കത്തയാണ് ഇതിന് വേദിയായത്. ഇനി അടുത്തത് തെറ്റിപ്പോകരുത്, നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അംഗീകാരം നൽകിയ വാർഷിക സമ്മേളനം. വാർഷിക സമ്മേളനം എന്ന് ചോദിച്ചാൽ അത് നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ്. എന്നാൽ സ്പെഷ്യൽ സമ്മേളനം എന്ന് ചോദിച്ചാലോ കൊൽക്കത്തയാണ്. രണ്ടും തിരിഞ്ഞു പോരുത്. സ്പെഷ്യൽ സമ്മേളനമാകുമ്പോൾ നമുക്ക് ഈ പാട്ടൊക്കെ ഈ സ്പെഷ്യലുമായിട്ട് കണക്ട് ചെയ്ത് ഞാൻ പറഞ്ഞത്, സ്പെഷ്യലായിട്ട് നമുക്ക് ലാല ലാല എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ നമ്മുടെ ലാലേട്ടൻ്റെ വന്ദനത്തിനകത്ത്, ആ ഒരു രീതിയിൽ ഇപ്പോൾ സ്പെഷ്യൽ ആണല്ലോ അല്ല, സ്പെഷ്യൽ ആയതുകൊണ്ട് ലാലാ ലാല എന്നൊക്കെ പാടിയിരിക്കുക. അപ്പോൾ ആ സ്പെഷ്യൽ സമ്മേളനം ലാലാ ലജ്പത് റായ് ആണ് അതിൻ്റെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഇനി വാർഷിക സമ്മേളനം 1920 എവിടെ വെച്ച് നടന്നു? നാഗ്പൂരിൽ വെച്ച് നടന്നു. നാഗ്പൂർ. വിജയരാഘവാചാരി, വിജയരാഘവാചാര്യാണ് അതിൻ്റെ അധ്യക്ഷൻ എന്ന് കൂടി ഓർത്ത് വെച്ചേക്കും. അപ്പോൾ വിജയരാഘവാചാര്യാണ് അതിൻ്റെ അധ്യക്ഷൻ, അല്ലെങ്കിൽ വിജയനാഗം എന്നോർത്താൽ മതി. വിജയനാഗം, അതായത് വർഷത്തിൽ, അപ്പോൾ വാർഷികമായിട്ട് വിജയനാഗം എന്നങ്ങനെ ഓർത്താൽ മതി. വർഷത്തിലെ വിജയനാഗം എന്നോ അങ്ങനെ ഓർത്ത് വയ്ക്കുക. കാര്യം എന്താ? വാർഷിക സമ്മേളനം നാഗ്പൂർ വിജയ രാഘവ ആചാരി. അപ്പോൾ ഈ 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ നിസ്സഹകരണ പ്രസ്ഥാനം സംബന്ധിച്ച പ്രധാന പ്രമേയം പാസ്സാക്കിയതാരാ? CR ദാസ് ആണെന്ന് കൂടി പഠിക്കാം. 3 പേര് ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഒന്നാരാ? ലാലാ ലജ്പത് റായ്, സ്പെഷ്യൽ ആയതുകൊണ്ട് ലാലാ ലാല എന്നൊക്കെ പാടി പുള്ളിക്കാരൻ ഇരിക്കുന്നു. നെക്സ്റ്റ് വരുന്നതാരാ? വിജയരാഘവാചാരി, വിജയനാഗം എന്ന് പഠിക്കുന്നു. അടുത്തത് CR ദാസ് എന്നതിൻ്റെ പ്രമേയം പാസ്സാക്കുന്നത് CR ദാസ് ആണെന്ന് കൂടി പഠിച്ചാൽ ഇത്രയും സെക്ഷൻ കംപ്ലീറ്റ് ആണ്. ഓക്കെ, INCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ തീർക്കുകയാണ്. നെക്സ്റ്റ്, നിസ്സഹകരണ പ്രസ്ഥാനത്തിനെതിരെ ചിലർ എതിർപ്പ് പ്രകടിപ്പിച്ചു. ആ എതിർപ്പ് പ്രകടിപ്പിച്ചതിൽ 1 ആനി ബസന്റ്, 2 ബിപിൻ ചന്ദ്രപാൽ, മുഹമ്മദ് അലി ജിന്ന, SN ബാനർജി, സുരേന്ദ്രനാഥ ബാനർജി. ഇതൊന്നും PSC അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇൻ കേസ് ഇച്ചിരി ഡെപ്താക്കാൻ അങ്ങനെ ചോദിച്ചാൽ, ഇപ്പോൾ നേരത്തെ ഇതിനു മുമ്പ് ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഈ പഞ്ചായത്ത് രാജ് ജവഹർലാൽ നെഹ്റുവിന് ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രസ്താവന ചോദ്യം ഉണ്ടായിരുന്നു. അത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും തെറ്റിപ്പോയ സംഭവം. ഏത് എക്സാമാണെന്ന് ഓർക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചോദിച്ച സ്ഥിതിക്ക്, ഏതൊരു +2 ലെവൽ പരീക്ഷയായിരുന്നു, അപ്പോൾ അതിൽ അങ്ങനെ ചോദിച്ചു. ഇനി വരാൻ പോകുന്നൊരു പരീക്ഷയ്ക്ക് ചോദിക്കാം. ആനി ബസന്റ് അല്ലെങ്കിൽ ബിപിൻ ചന്ദ്രപാൽ അല്ലെങ്കിൽ സുരേന്ദ്രനാഥ ബാനർജി ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനത്തെ എതിർത്തിരുന്നു. നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടേ, കാരണം ഗാന്ധിജി ഇതിനകത്ത് നിൽക്കുമ്പോൾ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യണ്ടേ. പക്ഷേ ഐഡിയോളജി പരമായിട്ട് പലരും പല ദിക്കുകളിലാണ്. ഇപ്പം ആനി ബസന്റിൻ്റെ ഐഡിയോളജി വളരെ ഡിഫറൻ്റ് ആണ് ഗാന്ധിജിയുടെ എന്ന് നിൽക്കുമ്പോൾ. ആനി ബസന്റ് എന്താണെന്നൊക്കെ പഠിക്കണമെങ്കിൽ കുറേ കൂടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ കൂടെ മുമ്പോട്ട് പോകണ്ട, ഹോം റൂൾ പ്രസ്ഥാനം പഠിക്കുമ്പോൾ നമുക്ക് ആനി ബസന്റിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാനുണ്ട്. ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു വ്യക്തിയാണ്. അപ്പം അതായത് ഈ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവരെ അറസ്റ്റൊക്കെ ചെയ്യുമ്പോഴത്തേന് എന്ത് കിടക്കുന്നു, ഇപ്പം ഒരു ആനി മാത്രമേ ജയിലിൽ പോയിട്ടുള്ളൂ, 10,000-കണക്കിന് ആനിമാർ പുറത്തുണ്ട് എന്നിങ്ങനെ നമ്മൾ പല സിനിമാ ഡയലോഗുകൾ പറയത്തില്ല. അതുപോലെ തന്നെയാണ് കാര്യം. അവരുണ്ടാക്കി വെച്ചിട്ടൊരു ഒരു സപ്പോർട്ടുണ്ട്, ഗ്രൗണ്ട് സപ്പോർട്ട് ഭയങ്കരമാണ്. അപ്പം ഗാന്ധിജിക്ക് ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു നേതാവ് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനി ബസന്റ് ഇതിനെ വളരെ എതിർത്തിരുന്നു. PSC അങ്ങനെ ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാർക്ക് പോകരുതല്ലോ, അതുകൊണ്ടാണ് ആഡ് ചെയ്തേക്കുന്നത്. ഓക്കെ,
ഈ നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ചില വനിതകളുണ്ട്. ഒന്ന് 2 ദേവിമാരാ, ബാസന്തി, നമ്മുടെ പറക്കുന്നകളി ഓർത്താൽ മതി, ബാസന്തി ദേവി, ഊർമിള ദേവി. അപ്പോൾ 2 പേര് ഇവിടെ അങ്ങ് പഠിച്ചു വെച്ചേക്കുക, ഊർമിള ദേവിയും ബാസന്തി ദേവിയും. ഇനി ഇതിനകത്ത് ക്രിയാത്മക പരിപാടികൾ നമ്മൾ നേരത്തെ പഠിച്ചു. ക്രിയാത്മക പരിപാടികളും അതുപോലെ തന്നെ ബഹിഷ്കരണ പരിപാടികളും ഉണ്ട്. അപ്പോൾ ഇതിൽ ക്രിയാത്മക പരിപാടി ഏതൊക്കെയാണെന്ന് നോക്കാം. ഹിന്ദു മുസ്ലിം ഐക്യം ഗാന്ധിജിയുടെ ലക്ഷ്യമായിരുന്നു, ഗാന്ധിജിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ആയിരുന്നു. ഐത്തോച്ചാടനം, ഖാദി സ്വദേശി ഉൽപ്പന്നങ്ങളുടെ പ്രചരണം, അല്ലെങ്കിൽ ഖാദി അല്ലെങ്കിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ അതിനെ വിൽക്കുക, അല്ലെങ്കിൽ വാങ്ങുക, അതിനെ കുറച്ചുകൂടി എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസേഷൻ അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ഒരു കൺസെപ്റ്റ്. ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, നാഷണൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പഠിക്കേണ്ടത് ദേശീയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക എന്നുള്ള പോർഷൻ കുറച്ച് നന്നായിട്ട് നോക്കുക. ഏതൊക്കെയാണെന്ന് നോക്കണം. ഒന്ന്, കാശി വിദ്യാപീഠം സ്ഥാപിച്ചു. എവിടെയാണ്? വാരണാസി. കാശി വാരണാസി കണക്ട് ചെയ്യാൻ എളുപ്പമാണല്ലോ, നമ്മൾ സിനിമകളിലൊക്കെ കേട്ടിട്ടുള്ളൊരു കാര്യമാണ് ഈ കാശി വാരണാസി എന്നുള്ള പേരൊക്കെ. അപ്പോൾ കാശി പോന്നു എന്നൊക്കെ പറയുമ്പോൾ കാശി വാരണാസി, കാശി വിദ്യാപീഠം വാരണാസി. ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ് ന്യൂഡൽഹി. ഗുജറാത്ത് വിദ്യാപീഠം എവിടെ? ഗുജറാത്ത് വിദ്യാപീഠം ഗുജറാത്തിലായിരിക്കും അല്ലേ? അപ്പോൾ ഗുജറാത്ത്. ബീഹാർ വിദ്യാപീഠം. അപ്പോൾ പ്രധാനപ്പെട്ട 3 വിദ്യാപീഠവും ഒരു ജാമിയ മിലിയ ഇസ്ലാമിയ കോളേജ് സ്ഥാപിതമാകുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഓക്കെ, ഇനി ഗാന്ധിജിയെ, ഇപ്പോൾ ഗാന്ധിജി വളരെ ഡീപ്പായിട്ട് ഈ പറയുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇറങ്ങി പുറപ്പെട്ടു. അദ്ദേഹത്തിന് വെറും പുല്ലുവില കൽപ്പിച്ചു എന്ന് അദ്ദേഹത്തിന് തന്നെ തോന്നിയൊരു സംഭവമാണ് ചൗരി ചൗര സംഭവം. അതായത് ഗാന്ധിജി ഒരു അക്രമാസക്തമായ പ്രവർത്തനങ്ങളിലൂടെ അല്ല ഇതുവരെ വന്നത്. അപ്പം ഗാന്ധിജി എന്ത് പറയുന്നു? ഈ പറയുന്ന നിസ്സഹകരണ പ്രസ്ഥാനവും വളരെ സ്റ്റാൻഡേർഡായിട്ട് ആരെയും ഉപദ്രവിക്കാതെ ആയുധങ്ങളൊന്നും എടുക്കാതെ മുന്നോട്ട് പോവുക എന്നാണ് ഗാന്ധിജി പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നടന്ന മറ്റൊരു പ്രക്ഷോഭമാണ് ഈ ചൗരി ചൗര. കർഷക ജാഥയ്ക്ക് നേരെ ഉണ്ടായ പോലീസ് വെടിവെപ്പിൽ രോഷാകുലരായ ജനങ്ങൾ 1922 ഫെബ്രുവരി 5 ഈ ഡേറ്റിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഡേറ്റാസിൽ ഫെബ്രുവരി 4 കൊടുത്തിട്ടുണ്ട്. PSCക്ക് ഉത്തരം 5 അതുകൊണ്ട് 5 പഠിക്കാം. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരയിലെയാണ് കേട്ടോ, ലേ അല്ല, ചൗരയിലെ പോലീസ് സ്റ്റേഷനിൽ തീ വയ്ക്കുകയും 22 പോലീസുകാർ മരിക്കുകയും ചെയ്തു. അതാണ് പ്രക്ഷോഭം. നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും എത്ര പോലീസുകാർ മരിച്ചു? 22. അപ്പം നടന്ന വർഷം ഏതാ? 1922 ഫെബ്രുവരി 5. ഓക്കെ, ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഡിസ്കസ് ചെയ്തായിരുന്നു, നമ്മൾ പറഞ്ഞു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ യൂണിഫോം ഖാദിയായ വർഷം 1921 കൂടി പഠിച്ചു വയ്ക്കുക, ഒന്നും ചോദിച്ചിട്ടില്ല. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തലാക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവമാണ് ഈ ചൗരി ചൗര സംഭവം. അതായത് ഇപ്പോൾ നോർമലി അപ്പം ഗാന്ധിജിക്ക് അറിയില്ല ഈ പറയുന്ന കർഷകർക്ക് നേരെ നടന്ന വിപ്ലവം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന്, ചിലപ്പോൾ അറിഞ്ഞിട്ടില്ലായിരിക്കും. ഇപ്പം നമ്മൾ തന്നെ ഒരു കാര്യം, ഇപ്പം നമ്മളൊരു ക്ലാസ്സിൻ്റെ ലീഡറാണ്, ആ ലീഡറിനെ നമ്മൾ കുറേ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ട് പോവുക, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് ടീച്ചറാണ്, നിങ്ങൾ ശബ്ദം ഉണ്ടാക്കരുത്, നിങ്ങൾ എൻ്റെ പിള്ളേരാണ്, നിങ്ങൾ നല്ല സ്റ്റാൻഡേർഡായിട്ടിരിക്കുക, അല്ലെങ്കിൽ അത് എനിക്ക് ദോഷം, അല്ലെങ്കിൽ എന്നെ അത് ആൾക്കാർ കളിയാക്കും, മറ്റ് ടീച്ചർമാർ എന്നെ കുറ്റം പറയും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങി പോവുക. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഭയങ്കര അടി ക്ലാസ്സിൽ. അപ്പോൾ നമ്മളെന്തോ പറയും, ഇതുപോലൊരു ക്ലാസ് ഞാൻ കണ്ടിട്ടില്ല, ഹിമാലയം ബ്ലണ്ടറാണ് ഞാൻ ചെയ്തത്, ഇങ്ങനെ ഒരു ക്ലാസ്സിനെ ഏറ്റെടുത്തെന്നൊക്കെ ടീച്ചർ പറഞ്ഞിട്ട് പോകത്തില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിസ്സഹകരണ സമരം നിർത്തലാക്കി. അപ്പോൾ ഈ നിർത്തലാക്കാൻ ഒരു കാരണമുണ്ട്, നമ്മൾ നെക്സ്റ്റ് പേജിൽ ഡിസ്കസ് ചെയ്യും. നിർത്തലാക്കാൻ കാരണം എന്താ? ചൗരി ചൗര സംഭവം. നിസ്സഹകരണ സമരം നിർത്തിവെക്കുന്നതായി ഗാന്ധിജി പ്രഖ്യാപിച്ചത് ബർദോളി കോൺഗ്രസ് പ്രവർത്തക സമിതിയിൽ വെച്ചാണ് അദ്ദേഹം ഇത് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഗാന്ധിജി നിസ്സഹകരണ സമരം പെട്ടെന്ന് പിൻവലിച്ചതിന് വിയോജിപ്പ് പ്രകടിപ്പിച്ച നേതാക്കളാണ് ലാലാ ലജപത് റായ്, CR ദാസ്, മോത്തിലാൽ നെഹ്റു. ലാല,
CR മോത്തിലാൽ. LCM എന്ന് പഠിക്കാൻ പാടൊന്നുമില്ലല്ലോ. LCM എന്തെങ്കിലും പാടുണ്ടോ LCM എന്ന് പഠിക്കാൻ? ഇല്ല. ലാലാ ലജ്പത് റായ്, CR ദാസ്, മോത്തിലാൽ നെഹ്റു. LCM ആണ് ഇതിനെ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. പ്രധാനമായിട്ടൊരു വ്യക്തിയുണ്ട്. ഐഡിയോളജീസ് ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ജീവനൊക്കെയാണ്, പക്ഷേ രണ്ടുപേരുടെയും ഐഡിയോളജി ഡിഫറൻ്റ് ആണ്. പുള്ളിക്കാരൻ തിളയ്ക്കുന്ന രക്തവും മറ്റത് ശാന്തമായിട്ട് കിടന്ന രക്തമാണ്. ക്രിക്കറ്റിലെ MS ധോണി, വിരാട് കോഹ്ലി എന്ന് പറയുന്നത് പോലെ രണ്ട് ഡിഫറെൻ്റ് ഏരിയാസാണ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചതിനെ ദേശീയ ദുരന്തമായി വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസാണ്. പഠിച്ചു വെച്ചേക്കുക. LCM എന്താ? ഇതിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചത് ലാലാ ലജ്പത് റായ്, CR ദാസ്, മോത്തിലാൽ നെഹ്റു. നിസ്സഹകരണ പ്രസ്ഥാനത്തെ സഹായിക്കാനായി ഗാന്ധിജി രൂപീകരിച്ച ഫണ്ടാണ് തിലക് സ്വരാജ് ഫണ്ട്. എന്താണ് തിലക് സ്വരാജ് ഫണ്ട്? ഈ ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചത് ആരുടെ കാലത്താണെന്ന് ചോദിക്കാം. റീഡിംഗ് പ്രഭുവാണ്. ഇത് പ്രസ്ഥാനം പിൻവലിച്ചതായി പ്രഖ്യാപിക്കുന്നത് ഫെബ്രുവരി 11-നും തൊട്ടടുത്ത ദിവസം ഇത് പൂർണ്ണമായി നിർത്തലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും രണ്ട് ഡേറ്റ് 11-ഉം 12-ഉം പഠിക്കുക. 5-ാം തീയതി ബോംബിടുന്നു. 5-ാം തീയതി പോലീസ് സ്റ്റേഷൻ കത്തിച്ച് 22 പേരെ കൊല്ലുന്നു. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇത് പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഗാന്ധിജിക്ക് വിഷമമായൊരു സംഭവമാണ് നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഹോം റൂൾ പ്രസ്ഥാനം, ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഫലമായി സാമ്പത്തിക പ്രതിസന്ധികൾ, ഖിലാഫത്ത് പ്രസ്ഥാനം, റൗലറ്റ് നിയമം, ജാലിയൻ വാലാബാഗ്. വേണമെങ്കിൽ PSCക്ക് സ്റ്റേറ്റ്മെൻ്റായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇവയിൽ ഏതാണ് ഉൾപ്പെടാത്തതെന്ന് ചോദിക്കാം. അപ്പോൾ ഇത് നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം. ഇനി ഹിമാലയൻ ബ്ലണ്ടർ. എന്താണ് ഹിമാലയൻ ബ്ലണ്ടർ? എന്താണ്? ഓപ്ഷനകത്ത് ചിലപ്പം ചൗരി ചൗര സംഭവം ഹിമാലയൻ ബ്ലണ്ടറാണ് എന്ന് കാണും. അല്ല, ഈ ഇപ്പം ജനങ്ങൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാരോട് സഹകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ആയുധങ്ങളെടുക്കാതെ സമാധാനപരമായി പ്രക്ഷോഭം നടത്തുക എന്നതാണ് ഗാന്ധിജിയുടെ ആശയം. അതുകൊണ്ടാണ് ഗാന്ധിജി ഇങ്ങനൊരു നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് വരുന്നത്. അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരുമ്പോൾ ജനങ്ങൾ എന്ത് ചെയ്യുന്നു? ജനങ്ങൾ പോലീസുകാരെ കൊല്ലുന്നു, അക്രമാസക്തരാകുന്നു. അതുകൊണ്ട് ഗാന്ധിജി അദ്ദേഹം എടുത്ത തീരുമാനത്തെയാണ് ഞാനെടുത്ത നിസ്സഹകരണ പ്രസ്ഥാനം എന്ന തീരുമാനം ഒരു ഹിമാലയൻ ബ്ലണ്ടറായിരുന്നു എന്ന് പറയുന്നത്. ഓക്കെ, ആ സമയത്ത് അദ്ദേഹത്തെ 6 വർഷത്തേക്ക് ജയിലിലടയ്ക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. 6 വർഷത്തേക്ക്. എവിടെയാണ് അടയ്ക്കുന്നത്? ഏർവാദ ജയിലിലേക്കാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഇത് ജയിലിൽ കിടന്നുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ അറിഞ്ഞിട്ടാണ് അദ്ദേഹം പറയുന്നത്, ആൾക്കൂട്ടത്തിൻ്റെ കാരുണ്യത്തിൽ തങ്ങളെ തന്നെ എറിഞ്ഞുകളഞ്ഞ അല്ലെങ്കിൽ എരിച്ചു കളഞ്ഞ പ്രതിരോധരഹിതരായ മനുഷ്യരുടെ ക്രൂരമായ കൊലപാതകത്തെ ഒരു പ്രകോപനത്തിനും ന്യായീകരിക്കാനാവില്ല എന്ന് ഗാന്ധിജി പറഞ്ഞത് ജയിലിൽ കിടന്നിട്ടാണ്. അതൊന്നും PSC ചോദിക്കത്തില്ല. വേണമെങ്കിൽ ചോദിക്കാതെ ഏത് സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഗാന്ധിജി പറഞ്ഞതെന്ന് ചോദിക്കാം. നിസ്സഹകരണത്തിനുള്ള തൻ്റെ ആഹ്വാനത്തെ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. അതിനുശേഷം 1924 ഗാന്ധിജി ജയിൽ മോചിതനാകുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാൻ പ്രധാനമായിട്ടുള്ള സംഭവങ്ങൾ. ഇതിന് ശേഷമാണ് സ്വരാജ് പാർട്ടി വരുന്നത്. അപ്പോൾ സ്വരാജ് പാർട്ടിയെക്കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സ്വരാജ് പാർട്ടി അല്ല, അതിന് ശേഷം കുറച്ച് സംഭവങ്ങളൂടി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇതിൻ്റെ PDF സ്റ്റഡി മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. എല്ലാ മെറ്റീരിയൽസും അതിനകത്ത് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയേക്കാം. ഓക്കെ, താങ്ക് യു.